Hi friends, welcome back to Sovo's Kitchen. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചിക്ക്പീസും ബ്രൊക്കോളിയും ഒക്കെ വെച്ച് വളരെ ഹെൽത്തിയും ഈസിയുമായിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റൈസ് പ്രിപ്പറേഷന് വേണ്ടി ഞാൻ 2 കപ്പ് ബാസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോയിട്ടില്ല കേട്ടോ, ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ ഒരു 3/4 വേവിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ 1 ടീസ്പൂൺ നെയ്യും ഇതിനോടൊപ്പം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് ഫെന്നൽ സീഡ് ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ 2 ടീസ്പൂൺ ഗാർലിക്, വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ആ ഒരു കളർ ചേഞ്ച് വരുന്ന വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം വലിയ ക്യാരറ്റിൻ്റെ പകുതി പോർഷൻ എടുത്ത് ഇതുപോലെ നീളത്തിൽ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞിട്ടിട്ടുള്ളത്. ഇതങ്ങനെ ഒരുപാട് സമയം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, കഷ്ടി 1 മിനിറ്റ് നേരം ഇളക്കിയാൽ മതിയോ. ആ ക്രിസ്പിനെസ് പോകാതെ തന്നെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഈ ക്യാരറ്റ് ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതിലേക്ക് ഒരല്പം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ടിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ്, ബദാമോ അല്ലെങ്കിൽ വാൾനട്ടോ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതങ്ങനെ ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മിനിറ്റ് തന്നെ കഴിയുന്നതോടുകൂടി നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഏകദേശം 1 മിനിറ്റ് കഴിയുന്നതോടെ ഒരു മീഡിയം സവോളയുടെ പകുതി പോർഷൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി ചേർക്കാം. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത സവോളയൊക്കെ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതിലേക്ക് ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ റൈസ് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത്, ഒരല്പം ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ അത് കണക്കാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം അല്പം കൂട്ടി വെച്ചിട്ട് തന്നെ അത് പെട്ടെന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ റൈസ് ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ തേങ്ങാപ്പാലിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ 3/4 വേവിൽ വേണം റൈസ് വേവിച്ചെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അത് വല്ലാണ്ട് അങ്ങ് കുഴഞ്ഞു പോകുകയും. അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് നേരം സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത് നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നോക്കൂ, പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള ചിക്ക് പീസും അതുപോലെ ബ്രൊക്കോളിയും ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ വെളുത്തുള്ളി എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു റെഡിഷ് ഗോൾഡൻ കളറിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അതായത് ഗോൾഡൻ കളറായപ്പോൾ ഞാനിതിലേക്ക് ഒരു പകുതി സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ റൈസിലേക്ക് ഒരു പകുതി സവോള എടുത്തില്ലേ, അതിൻ്റെ ബാക്കി പകുതിയാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ സവോളയും ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വരുന്നത് വരയ്ക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അത്രയും മതിയാവും. അടുത്തതായി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർക്കാനുള്ളത്. 1 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് നല്ല മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു മൂത്ത മണം വരുന്നത് വരയ്ക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ പൊടികളെല്ലാം ചേർത്തത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് 1 കപ്പ് വെള്ളക്കടല വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഫ്രഷ് കടല കുതിർത്തിട്ട് വേവിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ഈ ക്യാനിൽ കിട്ടുന്ന കടലയുണ്ടല്ലോ, അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നമ്മളിപ്പോൾ ഈ കടല മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇത് ഓൾറെഡി വെന്ത കടലയായ കാരണം കൊണ്ട് അങ്ങനെ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും എടുക്കില്ല കേട്ടോ. ശേഷം ഇതിലേക്ക് 1 കപ്പ് ബ്രൊക്കോളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബ്രൊക്കോളിയും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചെരുകിയ തേങ്ങ, ഗ്രേറ്റഡ് കോക്കനട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതൊന്നും ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് 2 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ആ ബ്രൊക്കോളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ എല്ലാ ടേസ്റ്റുകളും ഒന്ന് ജോയിൻ്റായി വരാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ദാ ഇവിടെ ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ റൈസും ചിക്ക് പീസും ബ്രൊക്കോളിയും എല്ലാം കൂടി സെർവ് ചെയ്യുന്നതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റുകയാണേ. അതിനുവേണ്ടി ഒരു സെർവിങ് ബൗൾ എടുത്ത് അതിലേക്ക് ആദ്യം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ശേഷം റൈസിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ബ്രൊക്കോളി ചിക്ക് പീസിൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് ഒരല്പം മല്ലിയിലയും pomegranate ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.